ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മത്തി വെട്ടുന്ന വിധം, അതോടൊപ്പം അത് കറിയാക്കുന്നതും. എൻ്റെ ഒരു സബ്സ്ക്രൈബർ മത്തി വെട്ടുന്ന വിധം ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ആ അനിയത്തിക്കുട്ടിക്കും മത്തി വെട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ഉപകരിക്കട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം മത്തിയുടെ മേൽച്ചിറക് വെട്ടിക്കളയണം. പിന്നീട് അതിൻ്റെ രണ്ട് സൈഡിലെയും ചെതുമ്പൽ കളയുക. പിന്നെ തല കട്ട് ചെയ്ത് മാറ്റണം. പിന്നീട് അതിൻ്റെ കുടലുള്ള ആ സൈഡ് വശം കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ആ കറുപ്പ് നിറത്തിലുള്ള അഴുക്ക് കുടലോടൊപ്പം വലിച്ച് നീക്കം ചെയ്ത് കളയുക. ആ കറുത്ത സംഭവം നന്നായി ക്ലീൻ ചെയ്ത് മാറ്റണം കേട്ടോ. പിന്നീട് അതിൻ്റെ വാൽ ചിറക് മുറിച്ച് മാറ്റുക. ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ച് വെട്ടുന്ന വിധവും ഒന്ന് നോക്കിയേക്കാം. കത്തി ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം അതിൻ്റെ മേൽച്ചിറക് കളയുക. പിന്നെ രണ്ട് ഭാഗത്തെയും ചെതുമ്പൽ കളയുക. പിന്നീട് തല കട്ട് ചെയ്യണം. എളുപ്പമാണ്, കത്രിക കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ സൈഡ് ഭാഗം കുടൽ ഭാഗം ക്ലീൻ ചെയ്ത്, ഈ കുടൽ ഭാഗം ക്ലീൻ ചെയ്യാൻ കത്തിയേക്കാൾ നന്നായി വൃത്തിയാകുന്നത് കത്രിക ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം വാൽച്ചിറക് മുറിച്ച് നീക്കുക. ഇത്രയേ ഉള്ളൂ മത്തി വെട്ടുന്നത്. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പോ ഉപ്പുകല്ലോ ഉപയോഗിച്ച് മത്തി ക്ലീൻ ചെയ്തെടുക്കണം. മത്തിയുടെ ഉളുമ്പെല്ലാം കളഞ്ഞെടുക്കുന്നതാണത്. അതിനായി വെട്ടിവെച്ച മത്തിയിലേക്ക് കുറച്ച് ഉപ്പുകല്ലിടുക. എൻ്റെ കൈവശം ഉപ്പുകല്ലില്ലാത്തത് കൊണ്ട് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ല വൃത്തിയിൽ പലതവണ തേച്ചെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് തേച്ചെടുക്കണം. തേച്ചെടുത്തതിന് ശേഷം പലതവണ കഴുകിയെടുത്താൽ മാത്രം മതി. മത്തി ക്ലീനായി കിട്ടും. ഇനി നമുക്ക് കറി വയ്ക്കുന്നതിലേക്ക് കിടക്കാം. അതിനായി വേണ്ടുന്ന സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഉള്ളി ഇവയെല്ലാം എടുത്ത് നന്നായി ചതച്ച് വയ്ക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഞാൻ ഉള്ളി ചേർക്കുന്നത് മാങ്ങായിട്ട് കറി വെക്കുന്ന സമയത്ത് മാങ്ങ ഇട്ടതിന് ശേഷമാണ് ഉള്ളി ചതച്ചിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇടാം. ഇതിൻ്റെ അരപ്പിനായി വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്. ഇവ നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വഴന്നു വരുന്നതിലേക്ക് ഈ അരപ്പിട്ട് നന്നായി അരപ്പ് ചൂടാകണം. അരപ്പ് നന്നായി ചെറുതായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ചേർക്കേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അരപ്പ് വെട്ടിത്തിളച്ച് വരുമ്പോൾ ഒരു ഇടത്തരം മാങ്ങ തൊലി ചെത്തി അരിഞ്ഞ് കഴുകിയെടുത്തത് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കറി നന്നായി വീണ്ടും വെട്ടിത്തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മത്തി ഇട്ട് കൊടുക്കും.
മത്തി എന്നിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിക്കും. പിന്നീട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കും. ചാറ് കുറുകി വരുമ്പോൾ ഇറക്കി വെച്ച് ചൂടോടുകൂടി വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മത്തി വെട്ടി നമ്മൾ കറിയാക്കി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമല്ലോ.